ഇന്നലെ രാത്രി യു എയിൽ എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ രാത്രി നിൽക്കവേ ഒരു വിമാനം എമിറേറ്റ്സിൻ്റെ എയർബസ് 380 500 യാത്രക്കാരുമായി ലണ്ടനിൽ നിന്നങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്തു. 1 മണിക്കൂറായില്ല, അതിനു മുമ്പ് തന്നെ പൈലറ്റിന് മനസ്സിലായി ലാൻഡിംഗ് ഗിയർ അപകടത്തിലാണ്. അദ്ദേഹം കുറച്ചൊക്കെ കറക്കിയെടുത്ത് ഒരു 2 മണിക്കൂർ കൊണ്ടും പരമാവധി അതിൻ്റെ ഫ്യൂവലെല്ലാം കളഞ്ഞ് തിരികെ ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിൽ തന്നെ കൊണ്ടുപോയി ലാൻഡ് ചെയ്തു. 500 യാത്രക്കാരും ക്രൂവും സുരക്ഷിതരാണ്. അവർക്ക് ന്യൂ ഇയറിന് വേണ്ടി ദുബായിൽ എത്താൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ആഹ്ലാദത്തിൽ ആ യാത്രക്കാർ മറ്റു വിമാനങ്ങളിലൊക്കെ കയറി ഇന്ന് ദുബായിൽ എത്തുകയും ചെയ്തു എന്ന വൃത്താന്തം വരികയാണ്. ഇന്നലെ ഷാർജയിലെ അൽനൂർ ഐലൻഡിൽ നിന്ന് ഞങ്ങളൊരു ന്യൂ ഇയർ ലൈവ് കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, ഒരാൾക്കൊരു ക്യാഷ് സമ്മാനം തരും, എവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് തെറ്റുകൂടാതെ എഴുതാൻ വേണ്ടി. 2300-ലധികം പേർ ഏതാണ്ട് ഒരു 18 മണിക്കൂറിനുള്ളിൽ കൃത്യമായ ഉത്തരം അൽനൂർ ഐലൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്. കുറച്ചധികം പേർ ഷെയർ ചെയ്തിട്ടുമുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങളുടെ വിന്നറായിട്ട് വന്നിരിക്കുന്നത് മൻസൂർ താലിശ്ശേരി. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഒമാനിൽ നിന്നാണെന്ന് തോന്നുന്നു. ലോക്ക്ഡ് പ്രൊഫൈലാണ്, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വയ്യ. അദ്ദേഹത്തിനാണ് ഏതായാലും ഈ ക്യാഷ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. മൻസൂർ ഇത് കാണുന്നെങ്കിൽ കേൾക്കുന്നെങ്കിൽ എത്രയും വേഗം താങ്കളുടെ പ്രൊഫൈലിൽ നിന്ന് ഞങ്ങളുടെ ഇൻബോക്സിലേക്ക് വന്ന് താങ്കളുടെ മൊബൈൽ നമ്പർ തരണം. താങ്കളുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് വിട്ടു തരണം. ഇവിടെ നിന്ന് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് ക്യാഷ് അവാർഡ് സമർപ്പിക്കും. കൺഗ്രാജുലേഷൻസ് മൻസൂർ താലിശ്ശേരി. നാളെ ജനുവരി 2, 2026 യു എയിൽ ഫ്രൈഡേ പ്രയറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരുന്ന ഏകീകൃതമായിട്ടുള്ള പുതിയ സമയം പ്രാബല്യത്തിൽ വരുന്ന ദിവസമാണ് ജനുവരി 2 വെള്ളിയാഴ്ച. 12:45 നാളെ വെള്ളിയാഴ്ച നമസ്കാര സമയം. അപ്പോൾ നാളിതുവരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് 1:15 ആരംഭിച്ച് 1:30 മുമ്പ് എന്ന രൂപത്തിലായിരുന്നല്ലോ നമസ്കാരമൊക്കെ ക്രമീകരിച്ചിരുന്നത്. ഇനി യു എ മുഴുവനും ഈ സമയമായിരിക്കും 12:45. നാളത്തെ ഖുത്ബ സബ്ജക്റ്റായി ഔക്കാഫ് പറഞ്ഞിരിക്കുന്നത് ഹദീസുകളെക്കുറിച്ചാണ്. അതിൻ്റെ യുക്തിഭദ്രതയെക്കുറിച്ചുള്ള വിഷയമാണ് നാളെ വിശകലനം ചെയ്യുന്നത്. യു എയിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ, കമ്പനികളൊക്കെ തുടങ്ങാൻ വേണ്ടി ട്രേഡ് ലൈസൻസിൽ പേര് ചേർക്കാൻ, അതുപോലെ ബാങ്കിങ് രേഖകളിൽ ഒപ്പിടാൻ വേണ്ടിയുള്ള സിവിൽ റൈറ്റ് കൊടുക്കുന്നതിൻ്റെ പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി ചുരുക്കിയിരിക്കുന്നു എന്ന ഉത്തരവ് പുതുവത്സര ദിനമായി ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതുപോലെ മാതാപിതാക്കളുടെ സമ്മതം ചോദിച്ചുകൊണ്ടുള്ള ഒരു ഒപ്പിടൽ കർമ്മം ഉണ്ടല്ലോ, മാതാപിതാക്കൾ കൂടി സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ, അതിന് 18 വയസ്സ് വരെ എന്നുള്ളത് അത് ചുരുക്കിയിട്ട് 15 വയസ്സ് വരെ മതി എന്ന രൂപത്തിലും ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ മേജർ ആര് എന്നുള്ളതിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരം പുതിയ നിയമത്തിലൂടെ 18 വയസ്സാക്കി നിജപ്പെടുത്തിയിരിക്കുന്നു. 18 ആയാൽ മേജറായി, മൈനറല്ല എന്ന രൂപത്തിൽ കാണണം എന്നാണ് ഇതിൻ്റെ ചുരുക്കം. 2025 ഇങ്ങനെ വിടവാങ്ങിപ്പോയപ്പോൾ 2025 തുടക്കത്തിൽ 1 ഗ്രാം സ്വർണം വാങ്ങി കയ്യിൽ വെച്ചയാൾ ഡിസംബർ 31 ആയപ്പോൾ ഈ 365 ദിവസം കൊണ്ട് എന്തുമാത്രം സമ്പാദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നഷ്ടം വന്നിട്ടുണ്ടാവും എന്ന കണക്ക് നോക്കുമ്പോൾ 1 ഗ്രാമിന് ഏതാണ്ട് 200 ദിർഹത്തിൻ്റെ വർധനവ് പ്രകടമായ വർഷമാണ് 2025. ഇങ്ങനെ ഒരു വർഷം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 1000 ഗ്രാമൊക്കെ വാങ്ങി കയ്യിൽ സൂക്ഷിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഈ ഒരൊറ്റ കൊല്ലം കൊണ്ട് 2025 കൊണ്ട് എന്തുമാത്രം കാശ് കയ്യിൽ വന്നതിന് എക്സ്ട്രാ, അതാണ് സ്വർണത്തിൻ്റെ കളി കച്ചവടം. ലോകം മുഴുവനും ന്യൂ ഇയറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല റെക്കോർഡുകളും ആവേശകരമായ കരിമരുന്ന് പ്രയോഗങ്ങളും ഫയർ വർക്സിൻ്റെ പുതിയ രൂപങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഒരു റിസോർട്ടിൽ, അവിടെ നൈറ്റ് ക്ലബിൽ ആളുകൾ ഒന്നിച്ചു കൂടി ഇരുന്നിട്ട് പല അഭ്യാസങ്ങളും കാണിക്കുന്ന കൂട്ടത്തിൽ തീപിടുത്തമുണ്ടായി. 40 പേരാണ് മരിച്ചത്. 100-ലധികം പേർക്ക് പരിക്ക് പറ്റി. നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ പോയ ഏതെങ്കിലും സഞ്ചാരികൾ ഇതിൽ പെട്ടിട്ടുണ്ടോ എന്നൊന്നും ഇത് പറയുന്നത് വരെ വ്യക്തമല്ല. ഏതൊക്കെ നാഷണാലിറ്റീസ് കൊല്ലപ്പെട്ടു, പരിക്ക് പറ്റി, ICUവിലാണ്, ഇതൊന്നും വ്യക്തമായിട്ട് ഇപ്പോഴും അറിയാൻ വയ്യ.
Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Usud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.